സിറോ മലബാർ സഭ ഏകീകൃത കുർബാന വിവാദത്തിൽ വിട്ടുവീഴ്ച വരുത്താതെ സഭാ സിനഡ് ഏകീകൃത കുർബാന അർപ്പിക്കണം എന്ന തീരുമാനത്തിൽ മാറ്റമില്ല. മാർപ്പാപ്പ അംഗീകരിച്ച തീരുമാനങ്ങളിൽ പുനരാലോചന നടത്തുക സാധ്യമല്ലെന്നും ആരാധനാക്രമങ്ങളിലെ തർക്കങ്ങൾ തെരുവ് യുദ്ധമായി മാറുന്നത് ദുഃഖകരമെന്നും സഭാ സിനഡ്. എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് ഒരു വിഭാഗം വൈദികരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ഇന്ന് ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ സമവായ ചർച്ച നടത്തും. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ, ഒരു പ്രതിനിധി സമരസമിതി അംഗങ്ങൾ, വൈദിക സമിതി അംഗങ്ങൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, ഏകീകൃത കുർബാനയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നുള്ളതാണ് സിനഡിന്റെ നിലപാട്. ഇതിനോട് സമരമിരിക്കുന്നവരുടെ പ്രതികരണം ഏത് തരത്തിലായിരിക്കും? എന്തൊക്കെയാണ് ഇന്ന് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അവിടെ? ലക്ഷ്മി, ഏകീകൃത കുർബാനയുടെ കാര്യത്തിൽ ഒരു നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയിലേക്ക് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് സഭാ സിനഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് സീറോ മലബാർ സഭയുടെ സിനഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, മാർപ്പാപ്പ അംഗീകരിച്ച തീരുമാനങ്ങളിൽ പുനരാലോചന നടത്താൻ സാധ്യമല്ലെന്നും ഈ സിനഡ് അനന്തര സർക്കുലർ വ്യക്തമാക്കുന്നു. ആരാധനാക്രമ വിഷയങ്ങൾ തെരുവുയുദ്ധമായി മാറുന്നതിൽ ദുഃഖകരമാണെന്നും സിനഡ് സർക്കുലറിൽ പറയുന്നുണ്ട്. മാർ റാഫേൽ തട്ടിൽ, സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിട്ടുള്ള മാർ റാഫേൽ തട്ടിൽ വിശ്വാസികൾക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ള സിനഡാനന്തര സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. എന്തായാലും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് സീറോ മലബാർ സഭ തർക്കത്തിൽ ഒരു സമവായ ചർച്ച കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കും. അതായത് സഭാ പ്രതിനിധികളും ഒപ്പം തന്നെ ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന പുരോഹിതരുടെ ഒരു വക്താവും കൂടാതെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കളക്ടർ അടക്കമുള്ള ആളുകളുമായിരിക്കും ഉണ്ടാവുക. എന്തായാലും ആ ചർച്ചയോടുകൂടി ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് വെച്ചു പുലർത്തുന്നത്. ഒപ്പം തന്നെ ഇന്ന് പുതുതായി ഈ ചാർജ് ഏറ്റെടുക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ സഭാസ്ഥാനത്തെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ലക്ഷ്മി, ഈ കുർബാന വിഷയത്തിൽ മാർ ജോസഫ് പാംബ്ലാനി അടക്കമുള്ളവരുടെ നിലപാട് എന്താണ്? അവർ ഈ ഘട്ടത്തിൽ എന്ത് നിലപാട് കൈക്കൊള്ളാനാണ് സാധ്യത? നിലവിൽ ജോസഫ് പാംബ്ലാനി അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന വിമത വിഭാഗം എന്ന് അവർക്ക് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സഭാ നേതൃത്വമാകട്ടെ പാംബ്ലാനിയെ കൊണ്ടുവന്ന് ഒരു സമവായ ചർച്ച അല്ലെങ്കിൽ ഈ പ്രശ്നപരിഹാരത്തിനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ കുരിയിൽ നിന്നും മുഴുവൻ ആളുകളെയും മാറ്റി പകരം പുതിയ ആളുകളെ കൊണ്ടുവരാനുള്ള ഒരു നീക്കം സഭാ നേതൃത്വം നടത്തിയിരുന്നു. അത് ഏറെക്കുറെ വിജയിച്ചിട്ടുമുണ്ട്. പാംബ്ലാനി ഇരുകൂട്ടർക്കും സമ്മതനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കുർബാന വിഷയത്തിലടക്കം പാംബ്ലാനിക്ക് കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമെന്നാണ് സഭാ നേതൃത്വം വിശ്വസിക്കുന്നത്. ലക്ഷ്മി, ഏകീകൃത കുർബാനയുടെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സിനഡ് എന്നുള്ളതാണ്. ഇന്ന് ഏതായാലും സമവായ ചർച്ച നടക്കും അവിടെ. സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.